നമസ്കാരം. നമ്മുടെ പൂർവികരായ മനുഷ്യരുടെ ജീവിത രീതികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് കൃഷി തുടങ്ങുന്നതിന് മുമ്പുള്ള കാലത്തെക്കുറിച്ചാട്ടോ സംസാരിക്കുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കൃഷി തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. അതിനെ കഴിഞ്ഞ് മുമ്പ്, അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത് വനങ്ങളിലൂടെയും സവാനകളിലൂടെയൊക്കെ ഭക്ഷണം തേടിയും ശേഖരിച്ചുമൊക്കെയാണ് ജീവിച്ചിരുന്നതെന്ന്. ആ ജീവിതകാലത്തെ സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം നമ്മുടെ ജീൻ ഇപ്പോഴും ആ ഒരു ദീർഘകാലത്തെ ജീവിത രീതിയുമായി ട്യൂൺഡാണ്. കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലോട്ട് ഇപ്പോഴും മനുഷ്യൻ സെറ്റായി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്കറിയാം, കൃഷി തുടങ്ങുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ കയ്യിൽ സ്വന്തമായി സ്വത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ആഴ്ചകളിൽ, ദിവസങ്ങളിൽ, മാസങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ സാധനങ്ങൾ കരുതാൻ പറ്റില്ല. അപ്പോൾ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് അവർ കൂടെ കൂട്ടിയിരുന്നത്. അതായത് അന്നത്തെ കാലത്ത് മനുഷ്യരുടെ കയ്യിൽ സ്വത്തുക്കൾ എന്ന് പറയാവുന്നതൊന്നും തന്നെ ഇല്ല. അപ്പോൾ സ്വത്തുക്കളില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതാർക്കും കൊടുക്കാനില്ല. അതുകൊണ്ട് അവരുടെ പേരിൽ ഒരു പിന്മുറക്കാരനോ അല്ലെങ്കിൽ അവർക്കൊരു അനന്തരാവകാശിയോ ഉണ്ടാകണം എന്നൊന്നും അന്നത്തെ മനുഷ്യർ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അവർ കൂട്ടം കൂടി ഒരുമിച്ച് ജീവിച്ചു പോവുകയായിരുന്നു. അപ്പോൾ അന്നത്തെ ജീവിത സാഹചര്യത്തിൽ അവിടെ ഒരു സ്ത്രീക്ക് ഒരേ സമയം പല പുരുഷന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും ഇണചേരാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കാരണം ആ കാലഘട്ടങ്ങളിൽ ഇവർ മനസ്സിലാക്കിയിരുന്നില്ല, അതായത് ഒരു കുട്ടി ഉണ്ടാവാൻ ഒരു പിതാവ് മാത്രമാണ് വേണ്ടത് എന്നുള്ള കാര്യമൊന്നും അവർക്ക് മനസ്സിലാക്കിയിരുന്നില്ല. കാരണം അവർ ചെയ്തുകൊണ്ടിരുന്നത് പലരുമായിട്ട് ഒരേ സമയം പലരുമായിട്ട് അടുപ്പം സ്ഥാപിക്കുകയും അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും മികച്ച ഒരു സ്പേമുമായിട്ടായിരിക്കും ഇവർക്ക് ഫെർട്ടിലൈസ് ചെയ്തൊരു കുട്ടി ഉണ്ടായി വരുന്നത്. അപ്പോൾ അവരങ്ങനെയാണ് അതിനെ കരുതിയിരുന്നത്. അതായത് ഒരു കൂട്ടത്തിലെ മികച്ചൊരു വേട്ടക്കാരൻ്റെ കൂടെയും സമാധാനപ്രിയനായ ഒരു മനുഷ്യൻ്റെ കൂടെയും അല്ലെങ്കിൽ ഒരു കഥാകാരൻ്റെ കൂടെയും അങ്ങനെ അല്ലെങ്കിൽ ഒരു കാമുകൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും മികച്ചതെന്ന് കരുതുന്ന ഒരാളെയാണ് അടുത്ത തലമുറയിലോട്ട് കിട്ടുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ജീവിത രീതി അതുപോലെയായിരുന്നു. അപ്പോൾ അവർ കൂടുതൽ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യരാണ്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അതായത് കൃഷി തുടങ്ങിയതിന് ശേഷം മനുഷ്യർക്ക് സ്വന്തമായി സ്വത്തുക്കളുണ്ടായി. അപ്പോൾ ആ സ്വത്തുക്കൾ കൈമാറേണ്ട ആവശ്യം വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ആ ഒരു കുട്ടിയുടെ പിതാവ് ആരാണ് എന്നറിയേണ്ട ഒരു അത്യാവശ്യം വന്നത്. അപ്പോഴാണ് ഏക ഇണ ബന്ധങ്ങളൊക്കെ വന്നതും, അതായത് ഒരു ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പൊക്കെ വന്നതും. അതുപോലെ തന്നെ സ്വത്ത് കൈമാറ്റം എന്നുള്ളൊരു വിഷയം കാരണമാണ് സ്ത്രീകൾ ഒരു പുരുഷനുമായിട്ട് മാത്രം ബന്ധം സ്ഥാപിക്കുകയും ആ ആളുടെ കുട്ടിയെ തന്നെ പ്രസവിക്കണമെന്ന് വാശി പിടിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് ഈ ഒരു കൃഷിയോടനുബന്ധിച്ച സ്വത്തുക്കളും വന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് മുമ്പുള്ള കാലത്ത് മനുഷ്യൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു സ്വത്ത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്തെ അണുകുടുംബ ജീവിതവുമായിട്ട് നമ്മുടെ ജീനുകൾ ഇപ്പോഴും താരതമ്യം പ്രാപിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് വിവാഹം കഴിഞ്ഞുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വിവാഹമോചനങ്ങൾ, വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ, അതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം മനുഷ്യർ ഇങ്ങനെ കൂട്ടമായി അവർക്കിഷ്ടമുള്ള പോലെ ഇണകളെ മാറ്റി ജീവിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. മനുഷ്യനെ ഫോഴ്സ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലോട്ടൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ കൃഷിയും അനുബന്ധമായിട്ടുള്ള സ്വത്തും അവകാശങ്ങളും ഒക്കെ കൈമാറി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനത്തെ ഒരു ജീവിത രീതി വന്നത്. അപ്പോൾ മനുഷ്യൻ ഇപ്പോഴും അതുമായിട്ട് താരതമ്യം പ്രാപിച്ചിട്ടില്ല. മനുഷ്യൻ്റെ ജീൻ അന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വനത്തിലൂടെ സ്വതന്ത്രമായി അലഞ്ഞു തിരിഞ്ഞ് കിടന്ന ആ കൂട്ടത്തിലെ ആ ജീൻ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ ജീവിതത്തിലുണ്ടാകുന്ന പല മാനസിക പ്രശ്നങ്ങൾക്കും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാകുന്നത്. നമ്മൾ ഇന്നത്തെ ജീവിതവും അന്നത്തെ ജീവിതമൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അന്നത്തെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല. അതായത് അന്നത്തെ ഒരു കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ അവിടെ കരുത്തരായ ആളുകളുമായിട്ടായിരിക്കും സ്ത്രീകൾ പലപ്പോഴും ബന്ധം സ്ഥാപിക്കുകയും അവർ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ ആളുകളെ ആയിരിക്കാം. അപ്പോൾ അവിടെ ബലഹീനരായവർ തഴയപ്പെടും.
അതുപോലെ തന്നെ ഒരു കൂട്ടത്തിൽ രോഗികളുണ്ടെങ്കിൽ അവരെയൊക്കെ വധിച്ചു കളയുന്ന രീതികളുണ്ടായിരുന്നു. രോഗികളെയും പ്രായമായവരെയും ഒക്കെ ഇവർക്ക് യാത്രയ്ക്ക് എപ്പോഴും കൂട്ടിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വന്യമായ രീതിയിൽ തന്നെ വധിച്ചു കളയുന്ന തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അംഗഭംഗം വന്നവരെ അവർ നശിപ്പിച്ച് കളയുമായിരുന്നു. ആവശ്യമില്ല എന്ന് കരുതുന്ന കുട്ടികളെയും അവർ ഉപേക്ഷിച്ചിരുന്നു. പിന്നെ മതത്തിൻ്റെ പേരിൽ, അന്നത്തെ വിശ്വാസങ്ങളുടെ പേരിൽ മനുഷ്യനെ ബലി കർപ്പിക്കുന്ന രീതിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ വിഷയങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ പൊതുവെ മനുഷ്യർ സമാധാനപ്രിയരായിരുന്നു. ഇതൊക്കെ നടക്കുന്നത് വളരെ കുറഞ്ഞൊരു അംശത്തിലാണ്. കൂടുതൽ മനുഷ്യരും സമാധാനത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. കാരണം അവർക്കവിടെ ബന്ധനങ്ങളോ ചുറ്റുപാടുകളോ ഒന്നും ഇല്ല. വിജയിക്കുക, സ്വത്ത് കൈവശം നേടുക, അതുപോലെ തന്നെ എന്തെങ്കിലും സ്വന്തമാക്കുക എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. കാരണം കൂട്ടം ചേർന്ന് ഒരുമിച്ച് ജീവിച്ചു പോകുമ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് മത്സരങ്ങളും കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇഷ്ടം പോലെ ഇണകളെ മാറ്റാനുള്ള സ്വാതന്ത്ര്യവും അന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതശൈലി അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ട് അവർക്ക് പൊതുവെ സമാധാനപരമായൊരു ജീവിതമായിരുന്നു. അവർക്ക് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ അത്ര വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നില്ല. പക്ഷേ തീരെ മോശമായൊരവസ്ഥയാണെങ്കിൽ ഇവർ കൂടെ കൂട്ടുകാരുന്നില്ല. ഒരു വൃദ്ധനെയോ അല്ലെങ്കിൽ നടക്കാൻ തീരെ വയ്യാത്ത ഒരു മനുഷ്യനെയോ ഒക്കെ കൂടെ കൂട്ടി ഈ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവർ കടുത്ത തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ സംഘത്തിനൊപ്പം നടക്കുന്ന ആളുകൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ പോകാൻ പറ്റും. നമ്മുടെ എല്ലാം ഉള്ളിലുള്ളത് ആ ഒരു പൂർവ്വകാലത്തെ ജീനുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഇന്നത്തെ കാലത്തെ പല വിഷയങ്ങൾക്കും കാരണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ പറഞ്ഞത്. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.